ഇപ്പൊ ഏറ്റവും അധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന കുട്ടികൾ അത് ഏത് ക്ലാസ്സിലെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെസ്, അത് 9ാം ക്ലാസ്സിലെ മക്കളാണ്. കാരണം എന്താണ്, ഈ സിലബസ് മാറിയതോടെ ഒരുപാട് ചാപ്റ്റേഴ്സിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പലതും ഇപ്പൊ ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത പലതും ഇപ്പൊ ഉണ്ട്. ഒരുപാട് ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എടുത്തിട്ട് വിശ്വാസപൂർവ്വം ഇത് വരും എന്നൊന്നും പറയാനോ പ്രെഡിക്റ്റ് ചെയ്യാനോ പറ്റാത്ത ഒരവസ്ഥയാണ്. നിങ്ങളിൽ പലർക്കും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ഓരോ ചാപ്റ്ററിനും എത്ര പ്രയോറിറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര വെയിറ്റേജിലാണ് ക്വസ്റ്റ്യൻ വരിക, അല്ലെങ്കിൽ എത്ര ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ഓരോ ചാപ്റ്ററിനും കൊടുക്കേണ്ടത് എന്ന് പോലും അറിയാണ്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. സോ ഡോണ്ട് വെറി, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഓരോ ചാപ്റ്ററിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് എത്രയാണ് എന്നുള്ളത്. ആൻഡ് ഇത് 100% അക്യുറേറ്റ് ആയിരിക്കില്ല. ഇത് നമ്മൾ കഴിഞ്ഞ തവണത്തെയും കഴിഞ്ഞ കുറെ കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തും അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ നോക്കിയുമാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. സോ മക്കളെ, ഇതേ രീതിയിലാണ് എന്ന് ഞാൻ പറയുന്നില്ല, നമുക്കും ലിമിറ്റേഷൻസ് ഉണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലും സബ്ജക്റ്റിന്റെ വെയിറ്റേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന് ചോദിക്കുന്നു. ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പെയർസ് ഓഫ് ഇക്വേഷൻസ്, സമവാക്യ ജോഡികൾ, 8 മാർക്ക് മുതൽ 12 മാർക്ക് വരെ നിർബന്ധമായിട്ടും ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതാണ്. സോ ഇത് അത്യാവശ്യം പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണെന്ന് നമുക്ക് അതിൽ മനസ്സിലാക്കാം അല്ലേ. 8 മാർക്ക് മുതൽ 12 മാർക്ക് വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെയർസ് ഓഫ് ഇക്വേഷൻസ് ഉറപ്പായിട്ടും കുറച്ച് നിങ്ങൾ അധികം പഠിച്ചിരിക്കേണ്ട ചാപ്റ്റർ തന്നെയാണ്. ആൻഡ് ന്യൂ നമ്പേഴ്സിലേക്ക് വരുമ്പോൾ അത്രയൊന്നും ഇല്ലെങ്കിലും ബട്ട് സ്റ്റിൽ 6 to 9 മാർക്ക് ന്യൂ നമ്പറിൽ നിന്നുണ്ട്. ആൻഡ് പാരലൽ ലൈൻസിലേക്ക് വരുമ്പം വാട്ട് എ ചാപ്റ്റർ, 9 മാർക്ക് മുതൽ 13 മാർക്കിന് വരെ പാരലൽ ലൈൻസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്, കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത ചാപ്റ്റർ അല്ലെ, പുതിയൊരു ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 4 മാർക്ക് മുതൽ 7 മാർക്ക് വരെ ചോദിച്ചേക്കാം. മിക്കവാറും ഒരു 5 or 6 മാർക്കിനായിരിക്കും അത് ചോദിക്കുന്നുണ്ടാവുക. ആൻഡ് ഇറേഷണൽ മൾട്ടിപ്ലിക്കേഷൻ, അതും കഴിഞ്ഞ തവണ ഇല്ലാത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 6 മാർക്ക് മുതൽ 8 മാർക്ക് വരെ, അത് 6 മാർക്കിന് തന്നെ ആയിരിക്കും മിക്കവാറും ചോദിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് ഇവനാണ് കൂട്ടത്തിലെ കൊലകൊമ്പൻ. ആര്? സിമിലർ ട്രയാങ്കിൾസ്. ആരാണ് സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സദൃശ ത്രികോണങ്ങൾ? എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും സദൃശ ത്രികോണങ്ങളുടെ സിമിലർ ട്രയാങ്കിൾസിന്റെ ഓരോ മുക്കും മൂലയും പഠിച്ചിട്ടായിരിക്കണം മക്കൾ എക്സാമിന് പോകുന്നത്. സോ 10 to 15 മാർക്കാണ് ഈ ഒരു ഒറ്റ ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്നത്. ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്, പുതിയൊരു ചാപ്റ്റർ ആണ്, കഴിഞ്ഞ തവണയൊന്നും ഇല്ലാത്ത ഒരു ചാപ്റ്റർ ആണ്. അതിൽ നിന്നും 6 മാർക്ക് മുതൽ 8 മാർക്ക് വരെ ചോദിച്ചേക്കാം. സർക്കിൾ മെഷേഴ്സിലും 6 മാർക്ക് മുതൽ 8 മാർക്ക് വരെ നമുക്ക് ചോദ്യം ചോദിച്ചേക്കാം. റിയൽ നമ്പേഴ്സിലേക്ക് വരുമ്പോൾ 5 to 7, 7 മാർക്കിന് തന്നെ ചോദിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 മാർക്ക്, 6 മാർക്ക്, 7 മാർക്ക്, ഇതിൽ ഏതിൽ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, യെസ്. ആൻഡ് പോളിനോമിയൽസിലേക്ക് വരുമ്പോൾ അടിപൊളി ചാപ്റ്റർ ആണ്, സിമ്പിൾ ചാപ്റ്റർ ആണ്. 7 to 9 മാർക്കിന് എന്തായാലും ചോദിക്കും. മിക്കവാറും ഒരു 8 മാർക്കിനായിരിക്കും എന്ത് ചെയ്യുക, ടോട്ടൽ പോളിനോമിയൽസ് എന്ന് ക്വസ്റ്റ്യൻ വരിക എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തത് ഏതാ? പാർട്സ് ഓഫ് സർക്കിൾസ്. അതിൽ നിന്ന് 4 മുതൽ 6 മാർക്കിന് വരെ ചോദ്യം ചോദിക്കും. പുതിയ ചാപ്റ്റർ ആണ്. ആൻഡ് പുതിയ ചാപ്റ്റർ ആണെന്ന് പറയുമ്പോഴും അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സർക്കിൾ മെഷേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായി കഴിഞ്ഞ തവണ, അതിൻ്റെ ഒരു പോർഷൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിവേ 4 മാർക്ക് മുതൽ 6 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാം. പ്രിസത്ത് നിന്നാണെങ്കിൽ 6 to 8 ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ആൻഡ് പോളിനോമിയൽ പിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ഈസി ഉള്ള ചാപ്റ്റർ ആണ്. അത് നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് ആപ്പിലൊക്കെ നമ്മളുടെ ആ ക്ലാസ് ഉണ്ട് അല്ലേ. സോ മക്കളെ, ഞാൻ ഈ ഗ്യാപ്പിൽ ഒന്ന് പറയുകയാണ്, ആപ്പിൽ ജോയിൻ ചെയ്യാത്ത, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത മക്കൾ ഇപ്പം തന്നെ ആപ്പ് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾക്കത് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ളത് പല വീഡിയോസിലായിട്ട് നമ്മളൊക്കെ പറഞ്ഞതാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ആപ്പ് തുറക്കുമ്പോഴേക്ക് നിങ്ങൾ അതിന് പേ ചെയ്യണം എന്ന് വിചാരിക്കേണ്ട. ആപ്പിലെ പല ഫീച്ചേഴ്സും എന്താണ്, ഫ്രീ ആണ്. സോ എജുപോർട്ട് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അത് ഇപ്പം ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ആൻഡ് യെസ്, പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 4 to 7 ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഈസി ചാപ്റ്ററിൽ 4 to 6 മാർക്കിനും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എനിവേ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാന്ന് പറയാനേ പറ്റൂ. എൻഡ് ഓഫ് ദ ഡേ എന്ത് ചെയ്യണം, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ മുഴുവൻ തന്നെ പഠിച്ചേ മതിയാവൂ. ഓക്കെ ആണല്ലോ. സോ ഇത്രയൊക്കെയാണ് എനിക്ക് വെയിറ്റേജിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ഈ സിലബസ് മാറിയായിട്ട് ബന്ധപ്പെട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നടന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റൂല, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ന്യൂസുകളും മക്കൾക്ക് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാവാൻ പാടില്ല. സോ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ മക്കൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ പ്രധാനപ്പെട്ട വാർത്തകളും അവിടെ എത്തും, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് അവിടെ എത്തും, മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോസ്
അവിടെ എത്തും. ആ ഒരൊറ്റ ചാനലിൽ നിങ്ങളുണ്ടോ അല്ലെങ്കിൽ ആ ഒരൊറ്റ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുണ്ടോ മറ്റൊന്നും നിങ്ങൾക്ക് എന്തില്ല ആവശ്യമില്ല, മറ്റൊന്നും നിങ്ങൾക്ക് മിസ്സാകുകയില്ല. സോ നമ്മളുടെ ലൈവുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മക്കളും എന്ത് ചെയ്യണം, കറക്റ്റ് ലൈവൊക്കെ കണ്ട് വൃത്തിക്ക് പ്രിപ്പയർ ചെയ്യണം. എക്സാമിന് ഇനിയും ആവശ്യത്തിന് ടൈമുണ്ട്. നമ്മൾ പറയുന്ന പോലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഫുൾ A+ലേക്ക് എത്താൻ പറ്റുന്നതാണ്. സോ വീഡിയോ ലൈക്ക് ചെയ്യാത്ത മക്കൾ എത്രയും പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോക്കെ ഉറപ്പായിട്ടും കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ ഉണ്ടാവും, സാർ മൊത്തത്തിൽ ചാപ്റ്റർ മാറി, ഞങ്ങൾക്ക് എന്താ എവിടുന്ന എങ്ങനെ എത്ര മാർക്കിനാ ചോദിക്കുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന മക്കളുണ്ടാവും. അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ജസ്റ്റ് ഒന്ന് താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യും, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്. ആൻഡ് എല്ലാ മക്കളും ഒന്ന് കമൻറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു വീഡിയോ കഴിയുന്ന ഈ ഒരു സ്പോട്ടിൽ 100 മാർക്കിന് ഒരു മാത്സ് എക്സാം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് ചുമ്മാ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ, ഈ ഒരു 15 ചാപ്റ്റർ ഉൾപ്പെടുത്തിയിട്ട് 100 മാർക്കിന് ഒരു എക്സാം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ഇവിടെ ഇപ്പം കുറേ കുട്ടികൾ ഈ മാർക്ക് എല്ലാം കൂടി കൂട്ടി നോക്കിയിട്ട് സാറേ ഇത് 80ന്റെ മുകളിൽ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഉറപ്പല്ലേടാ, കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓർ ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള മാർക്ക് നമ്മൾ കൂട്ടി നോക്കിയാൽ 120ന്റെ മുകളിൽ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ ആ ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, റെഡി. സോ എല്ലാ മക്കളും കമന്റ് ചെയ്യുക. ഇപ്പോൾ ഒരു മാത്സ് എക്സാം ഈ 15 ചാപ്റ്ററിൽ നിന്നും നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? പെട്ടെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സി യു, ബൈ.